ശ്രുതിനെ കൂട്ടാൻ വന്നേന്നാ നമ്മളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഇന്നത്തോടെ തീരുമെന്ന്. അപ്പോൾ ലാസ്റ്റ് ഇതാ മേക്കപ്പിലിട്ട് ഒരു മോഡലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ എന്തെല്ലാം പരിപാടി നടക്കുന്ന ഞാൻ കാണിച്ചു തരാം. ശ്രുതി അങ്ങനെ ആള് വലിയ അല്ലേ വലിയ സംഭവമായിരിക്കുന്നു. അപ്പൊ ശ്രുതിയുടെ വർക്കൊന്നും കണ്ടേ മെനക്കെട്ടാ. ഇതാ അപ്പൊ ശ്രുതിയുടെ വർക്ക് കണ്ടേ ഈ ഒരു കൊല്ലത്തിലായിട്ടുണ്ട്. എന്റെ പേര് പറഞ്ഞ പേര് വിസ്മയ എന്ന പേര്. ആള് ശ്രുതിന്റെ മാമന്റെ മോളാണല്ലേ. അപ്പൊ നോക്കിട്ടെ ശ്രുതി ആളെന്തായാലും വലിയ സംഭവമായി എന്നുള്ളതില് എടുത്തിട്ട് തെളിയുന്നുണ്ടല്ലേ. ഫസ്റ്റ് വർക്ക് തന്നെ ഞെട്ടിച്ചാളുന്നുണ്ടല്ലേ ശ്രുതി. ഇങ്ങനെയാണെന്ന് നീ വിചാരിച്ചില്ല അതുപോലെ. ആയി നോക്കുമ്പോ എല്ലാവർക്കും നല്ല അഭിപ്രായം. ഞാനും വിചാരിച്ച് കൊളാക്കത്തെ വെച്ചു, പക്ഷെ വന്ന് കണ്ടപ്പോ എനക്കും സമാധാനമായി. എന്തായാലും ശ്രുതിന്റെ ഫസ്റ്റ് വർക്ക് ടോപ്പ് ആക്കിയിട്ട് നോക്കി. ഓക്കെ ഓക്കെ എന്നാ പിന്നെ അപ്പൊ നമുക്ക് വിട്ടുവിടുന്നല്ലേ. ശ്രുതിനെ കൂട്ടാൻ വന്നെയാണ്. കുറച്ച് വീഡിയോസ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വിടാനാവേ. എന്നാ പിന്നെ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ പട്ടിണിയില്ല ഉള്ള സമയം ഇപ്പൊ 4 മണിയായേ. കുടല് കരിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആദ്യം കുറച്ച് ജ്യൂസ് ആയിട്ട് തോന്നിക്കാൻ, മറ്റേ നല്ല ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് പാനിപൂരിയ ചിക്കൻ കോൾക്കപ്പ, ചിക്കനും പാനിപ്പൂരിലും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ മോഡൽ നോക്കിയിട്ട് ആഭരണമൊക്കെ അയച്ചിട്ട് ശ്രുതിന്റെ മാമിന്റെ മോളാണ് ആള്. നേരത്തെ നമ്മൾ പറഞ്ഞല്ല. അപ്പൊ സ്ഥലം കൊറ്റാളിയാണ്. ഇനി നമുക്ക് നേരെ ഇവളങ്ങ് കൊണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് അല്ല മമ്മി അത് കഴിഞ്ഞ പരിപാടി നമ്മളൊരു സുഹൃത്തിന്റെ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് പോകാൻ ഇരിക്കുന്നത് അതായത് നമ്മള് ഇതിന്റെ പേരെന്താ ഗോൾക്കോപ്പ അല്ലേ. അപ്പൊ നമ്മളെ ഗോൾക്കോപ്പ എത്തിയിട്ടുണ്ടേ. അയ്യോ സാധനം നമ്മളെ പാനിപൂരി ഗോൾക്കപ്പ മുമ്പ് നമ്മൾ വന്നിട്ട് കഴിച്ചല്ലോ മമ്മി. മക്കള് നമ്മളെ വന്നിട്ട് കഴിക്കുന്നത്. പിന്നെ സുധീ ചങ്ങാച്ചിമാര് സ്ഥിരം സാധനം നല്ലത് ഗോൾക്കപ്പ. ഞാനൊരു പ്രാവശ്യം വന്ന് കഴിച്ചേ, അടിപൊളി. ചിക്കൻ മിക്സ് ആക്കിയിട്ടല്ലേ, വെജ് അല്ല, ചിക്കൻ മിക്സ് ആക്കിയിട്ട് നല്ല മൈനസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളിയാണ്. എന്തായാലും ഈ വധുക്കളങ്ങൾ കഴിച്ചോട്ടെ. ഇത് കണ്ണൂര് ഫലൂദ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ബാങ്കിന്റെ സൈഡിലുള്ള ഫലൂദയിലാണ് നമ്മളുള്ള കേട്ടാ. എന്തായാലും തിന്നിട്ട് കേട്ടാ. നിനക്കല്ലേ നല്ല വിശപ്പുണ്ടാവുക, വേദന്നു തലവേണക്കുന്നുണ്ടാ നല്ലോണുണ്ടാ. അയ്യോ തിന്നാട്ടെ, ടേസ്റ്റ് എന്നിട്ട് പറഞ്ഞട്ടെ. അപ്പൊ ഇവിടെ ലിപ്സ്റ്റിക് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണേ. അങ്ങ് ഇറക്കി വെക്കുക. എനിക്ക് ശീലമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവണം, അടിപൊളി. അപ്പൊ ഗോൾക്കപ്പ എന്ന് പറയുന്ന സംഭവം ഇതാണ്. എല്ലാവരും ഒന്ന് കഴിക്കണേ. രണ്ട് തിന്ന ശൈലണ്ടേ നമ്മളെ വലിയ വായ ഇതേ വെക്കാം. ഫിനിഷ്. അതൊന്ന് ഇതുപോലത്തെ 2 പോകേണ്ട വരും. ശ്രുതിയുടെ കുഞ്ഞി വായ, ശ്രുതി ഒന്ന് കടിച്ചിട്ട് തന്നു. ഓ നീ എന്നാണ് ഒരുമാതിരി ഭീകരമായ കടി കടിക്കുന്നത്. ഒരു മയത്ത് കടിക്കുന്ന സാധനം എന്തോ വെറുപ്പിൽ കടിക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ ഉണ്ട്. എന്നാലും തിന്നുമ്പോ ഒരു നല്ല ഭാവം വേണ്ടേ. ഇതൊരുമാതിരി വല്ലാത്ത ഭാവം. അല്ല അല്ല പോട്ടെ വിസ്മയ, എന്തുണ്ട് എന്റെ എക്സ്പീരിയൻസ് നമ്മളെ മേക്കപ്പിന്റെ ഇതിലല്ലോ? എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമിൽ ചില ഗേൾസിന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയും ഓ ഭയങ്കര കുട്ടിയാണ് എന്നൊക്കെ പറയും. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആർട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഭയങ്കര ഹാർഡ് വർക്ക് വേണം, അവേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. നമ്മൾ ഒന്നും കഴിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല. മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാര് കൂടുതൽ ബുദ്ധിമുട്ട്, നമുക്ക് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല, വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് ശരിക്കും മനസ്സിലായി മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഇതൊരു ആർട്ടിസ്റ്റ് ആണ്. ഹാർഡ് വർക്ക് ഉണ്ട്, അതിനകത്ത് നല്ലപോലെ ഹാർഡ് വർക്ക് ഉണ്ട്, ടാലന്റ് ഉണ്ട്. ശ്രുതിക്ക് ഫസ്റ്റ് തന്നെ ഭയങ്കര അംഗീകാരം കിട്ടിയത്. ഇനി എന്ത് വേണം, വയറ് നിറഞ്ഞു ഒന്നും വേണ്ട. എന്നാലും ശ്രുതിന്റെ വർക്കിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. ഇപ്പൊ നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് വീഡിയോ എടുത്തത്. ഇപ്പൊ ഇതാ എല്ലാം അല്ലെ ആഭരണങ്ങളൊക്കെ മാറിയിട്ട് ഇതാണ് ശരിയായ ലുക്ക്. എന്തായാലും ഒരു നാച്ചുറൽ ആയിന് കേട്ടാ. സാധാരണ ഉണ്ടല്ല ഈ വെള്ളവാരി തേച്ചോലെല്ലാം ഉണ്ടാവും.
അതെ ഭയങ്കര ഒരു വൈറ്റ് എല്ലാം ആയിട്ട് ഓവറായിട്ട് ഇതിപ്പോ നിങ്ങൾ രണ്ടാളും നിൽക്കുമ്പോണ്ടല്ല ഇവള് കുറച്ചൊരു ഗ്ലോ അത് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഓവർ ഒരു സാധനം ഇല്ല കേട്ടാ ഇതൊക്കെ വീഡിയോയിൽ രണ്ടാളും ഉണ്ട് നീ പൗഡർ ഇടത്തോണ്ട് അവള് പൗഡർ ഇട്ട പോലും പിന്നെ ഒരു തിളക്കം പോലും പറഞ്ഞട്ടെ ഇത് ചെയ്യുന്ന സമയത്തുള്ള നിന്റെ അനുഭവം എങ്ങനെയായിരുന്നു? അത് ആദ്യമായിട്ട് അങ്ങനെ തന്നെയാണ് ഈ തൈമ കയറുമ്പോണ്ടല്ല ആദ്യം കാല് വരുന്നുണ്ടോ പിന്നെ തായമ്പ് വരും പിന്നെ കാല് വരുന്നുണ്ടാവില്ല കണ്ടിന്യൂ ആയിട്ടല്ലേ റെസ്റ്റ് ഇല്ലാണ്ട്. എത്ര മണിക്കൂർ എടുത്തിന്? 10, 11, 12, 1:30, 4 മണിക്കൂർ. ഇങ്ങനെയാണെങ്കിൽ നമ്മള് ഓ അതിന്റെ ഇടയില് ശരിക്കും ചെയ്യലാങ്കിൽ 2 മണിക്കൂറല്ലേ വേണ്ടു? 3 മണിക്കൂർ വേണമല്ലേ? അമ്പ ഈ കണക്കിന് ഫിലിം സ്റ്റാറിന്റെ സമ്മതിക്കണല്ലേ. എത്ര സമയം ഇതുപോലെ ഇരുന്ന് കൊടുക്കണോ? ഓരോ മോഡൽ ചെയ്യുന്ന ഓരോ ഡ്രസ്സ് മാറുന്നതിന്. എന്നിട്ട് വിസ്മയ നമ്മളെ ഗോൾക്കപ്പ സൂപ്പർ കൊറേ പ്രാവശ്യം തോന്നുന്നു പക്ഷെ ഇത് കഴിച്ചില്ലെന്നോ അല്ലേ? എന്നാ പിന്നെ ഫ്രണ്ട്സെല്ലാം കൂടി ഉണ്ടാകുമ്പോ ഇത് കഴിച്ചോട്ടാ. എന്നോട് ഇത് തീരാത്ത ഞാൻ കഴിക്കാം. നല്ല തമാശയാണ്. ഇവളെ കൂടി റോട്ടിലേക്ക് പോകുമ്പോ ആൾക്കാരിലേക്ക് ഇങ്ങനെ നോക്കുവല്ലേ. ഇതെന്നാ കല്യാണപ്പെട്ട് സാധാരണ കാറിലല്ലേ പോയി ഇതോളി നടന്നിട്ട് പോകുന്ന വെച്ചിട്ട് നീ ശ്രദ്ധിച്ചിട്ടാ 2-3 നാളെ അങ്ങത്തിട്ട് തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ നീ നമ്മള് നേരെ പുതിയൊരു എത്തണ്ടേ, പുതിയൊരു കൊറ്റാളി എത്തണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോണം. വീട്ടിലേക്ക് ഞാൻ നോക്കി വേറെ പരിപാടിണ്ടാ? മക്കളുണ്ടെങ്കിലും ഒന്ന് മാളെല്ലാം പോണെന്നുണ്ടായിരുന്നു അല്ലെ? മക്കളില്ലാത്തോണ്ട് നമ്മള് നേരെ വീട്ടിലേക്ക് പോകാനാണ് പരിപാടി. മക്കളെയാ കൂട്ടണമെന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ലല്ലോ. ഇവിടെ തന്നെ വീഡിയോ എടുക്കണം പറഞ്ഞ എന്നെ വിളിച്ച നമ്മളെ നോക്കുമ്പോഴത്തേക്ക് മക്കളെ കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോ അലമ്പാവെന്ന് വെച്ചില്ല. കാരണം ഇവര് പിടിച്ചെടുക്കാൻ നിൽക്കൂല. അങ്ങ് ഓട്ടവും ചാട്ടവും കളിയത് കൊളാക്കുന്നുണ്ട്. ഞാൻ പിന്നെ മക്കളെ കൂട്ടിയിട്ടില്ല. മക്കളെ കൂട്ടിയിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? കൂട്ടിയാ മതി. ഇപ്പൊ പുതിയൊരു നമ്മള് കമ്പിൽ വരെ നമ്മള് മാത്രം പോണം. അപ്പൊ നമ്മളെ കല്യാണ പെണ്ണ് ഇതാ ബാക്കിലാ ഉള്ളേ. ഇപ്പൊ ശരിക്കും കല്യാണ പെണ്ണ അല്ലേ? ബെൻസ് കാറിൽ പോകുന്ന കല്യാണ പെണ്ണ്. ആ റോട്ടുമിലേക്കിടെ ബാഗും പിടിച്ചെടുക്കുമ്പോ ആൾക്കാരെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? അല്ല വിസ്മയ നീ ശ്രദ്ധിച്ചിട്ടാ എന്റെ ആൾക്കാരെല്ലാം നോക്കുന്നത്? ആരും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ചുറ്റിലുള്ളതൊന്നും അവിടെ കണ്ടില്ല. വേഗം വണ്ടി എടുത്തടാന്ന് പറഞ്ഞ തലയും കൊത്തോണ്ടാക്കി ഒറ്റ നടത്താം. എന്നാലും പുതിയൊരു അനുഭവം അല്ലേ വിസ്മയ? നമ്മളപ്പോ വിസ്മയന്റെ വീട്ടിലെത്തിയ അപ്പോൾ വീട്ടിലെത്തിയ സ്ഥിതിക്ക് കുറച്ചുകൂടി ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോ എടുത്തേ. സത്യം പറഞ്ഞാൽ വിസ്മയ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മോഡൽ പോസ് ചെയ്യുമ്പോൾ തന്നെയാണ് വിസ്മയ പോസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എനക്കും കാര്യം കുറേ എളുപ്പമായി. പെട്ടെന്ന് ഒരു ഷോട്ട് എടുത്ത് പെട്ടെന്ന് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. വിസ്മയൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചെന്നറിയുക ശ്രുതിൻ്റെ അനിയത്തിയാണെന്നോ ചോദിച്ചേട്ടാ. ശ്രുതിൻ്റെ മിക്ക വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കമൻറ്റ് വരുത്തുണ്ടേ, ഒരു തമന്നേൻ്റെ കട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ശ്രുതിക്ക് അതിൻ്റെ കുറച്ചൊരു അഹങ്കാരം ഉണ്ട് കേട്ടാ. അതുപോലെ വിസ്മയനെ പറ്റിയും പറയുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ശ്രുതിന്റെ ആദ്യത്തെ അരങ്ങേറ്റം അല്ലേ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം കേട്ടാ. നമ്മളെ ചങ്ങാഴ്ചമാരും ആൾക്കാർ ഇപ്പം വിളിച്ചിട്ട് ഗൾഫിൽ നിന്നല്ലേ. നമ്മളെ ഫ്രണ്ട് ജുമി പറഞ്ഞ് ശ്രുതി നിന്റെ വർക്ക് ഭയങ്കര തീയാണല്ലോ എന്ന് പറഞ്ഞേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണ്ട് ഭയങ്കര സന്തോഷം കേട്ടാ. രാവിലെ ഭയങ്കര ടെൻഷനോ നന്നാവോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കപ്പോ ഇങ്ങനെയല്ല ഉള്ളത്. ഇവിടെ ഈ പരിപാടിയും കൊണ്ട് ഇന്ന് എന്റെ ഷോപ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഷോപ്പിൽ ഒരുപാട് കോള് വരുന്നുണ്ട് എനിക്ക്. നമുക്ക് സീസൺ അല്ല ഇപ്പോ, ഏപ്രിൽ അല്ലേ, കച്ചവടം കുറച്ച് തിരക്കുള്ള സമയം. ആ സമയത്ത് ഇവിടെ വന്ന് കൂട്ടാൻ പോകാൻ പറ്റി പോയതാണ്. കുഴപ്പമൊന്നുമില്ല. എന്റെ മൊബൈൽ ഇതാ വിളിയോട് വിളി. ഞാൻ പിന്നെ ഇതാ വേഗം വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുന്നു. എന്നാ പിന്നെ മതിയല്ലേ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കില്ല അമ്മേ? ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.